ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഭാത് കുമാർ മുഖോപാധ്യായ എഴുതിയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ. ഏതാ വർക്ക്? ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അതിനകത്ത് എന്ത് പഠിക്കണം എന്നുള്ള കാര്യം വളരെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളോട് ചെയ്യുകയാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ് significance of the title The Price of Flowers എന്നുള്ളതാണ്. We can say that here Prabhat Kumar Mukhopadhyaya has used a fine title for the story, because here we can see that a young impoverished girl sacrifices a shilling for flowers to put on her brother's grave. അല്ലേ? ദെൻ അതിനെ കാണിക്കുന്ന ഒരു ടൈറ്റിലാണ് ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല. അത് കഴിഞ്ഞാൽ സെക്കൻഡായി നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ, അത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ആണ്. ഒരുപാട് തവണ ചോദിച്ചതാണെങ്കിൽ പോലും ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കാതെ പോരുത്. നമ്മൾ പഠിച്ച് മടുത്ത സംഗതിയായിരിക്കും അത്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പഠിക്കാതെ പോകരുത്. 2 മണിക്കൂർ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. ദെൻ അതിനകത്ത് റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെ ചോദിക്കാം. ഈ കഥയ്ക്കകത്ത് ഫെയ്ത്തിന് എത്ര കണ്ട് റോൾ ഉണ്ടെന്ന് ചോദിക്കാം. ഫെയ്ത്ത് പ്ലേസ് അൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് ചാപ്റ്റർ. സോ ഹിയർ Mrs. Clifford believes that Indians can see things in a crystal, and when the narrator tells her that he can see her son alive and well in the crystal state, she recovers from her illness. അപ്പോൾ ഇതിനകത്ത് വിശ്വാസങ്ങൾക്ക്, ഈ സൂപ്പർസ്റ്റിഷൻസിന്, ഫെയ്ത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഐ മീൻ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റോൾ ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ ദെൻ ഇവിടെ ഈ മാഗിയുടെ സ്കെച്ച് നിങ്ങൾ ഒരു നിലക്കും മറക്കാൻ പാടില്ല. മാഗിയുടെ ഫുൾ നെയിം ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നുള്ളതാണ്. ഒരു യങ് ഇംഗ്ലീഷ് ഗേൾ ആണ്. 13 or 14 years old ആണ്. ദെൻ her hair hung in a heavy stream down her back. അങ്ങനെ കുറേ പോയിന്റ്സ് പറയുന്നുണ്ടല്ലോ. ആ പോയിന്റുകൾ മുഴുവൻ നിങ്ങൾ അവിടെ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ മാഗീനെ കുറിച്ച് എഴുതാൻ പഠിക്കാതെ പോരുത്. അതുപോലെ തന്നെ മിസ്സസ് ക്ലിഫോർഡ്, മിസ്റ്റർ ഗുപ്ത, ഇതൊക്കെ ഒരു 4 മാർക്സിനെങ്കിലും എഴുതാൻ നിങ്ങൾ പഠിച്ചു വേണം കേട്ടോ പോവാൻ. then ഇതിനകത്ത് ഡിസ്കോസ് രൂപേണ ചോദിക്കുന്ന ഒരു സംഗതി, ഈ മിസ്റ്റർ ഗുപ്ത വിസിറ്റ്സ് ഫ്രാങ്ക്സ് ഗ്രേവ്. ഫ്രാങ്കിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്ത് ആ ഫ്ലവേഴ്സ് മുഴുവൻ അവിടെ ഇത് ചെയ്തതിന് ശേഷം, അവിടെ അർപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ഹി ഡിസൈഡഡ് ടു റൈറ്റ് ലെറ്റർ ടു മാഗി. ആ ഒരു ലെറ്റർ നമ്മളോട് ചോദിക്കാം അല്ലേ. മാഗി നേരെ ഗുപ്തേനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ട് എഴുതുന്ന രൂപേണയുള്ളതും ചോദിക്കാം. അപ്പോൾ ഈ ഫോർമലും ഇൻഫോർമലുമായിട്ടുള്ള ലെറ്റർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവളുടെ ഒരു മാഗീനെ കുറിച്ച് പറയുമ്പോൾ മാഗിയുടെ ഒരു വർക്കിംഗ് മെൻറ്റാലിറ്റീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. അവിടെ അവൾ പറയുന്നുണ്ട് ഷീ ലൈക്സ് ദ വർക്ക്സ് ഓഫ് എ സെക്രട്ടറി. ഒരു സെക്രട്ടറി വർക്ക് പോലെ അവളുടെ ബ്രെയിനും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് അവൾ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ദെൻ ഇത്രയാണ് മെയിനായിട്ട് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ് മാഗി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് മിസ്റ്റർ ഗുപ്തേനെ കുറിച്ചോ അതുപോലെ മിസ്സസ് ക്ലിഫോർഡ്, ദെൻ റോൾ ഓഫ് ഫെയ്ത്ത്, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടുന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു.